പ്രതിഷേധം പോലീസ് അതിക്രമം അന്വേഷിക്കാൻ സുപ്രീം കോടതിയുടെ നിർണായക നീക്കം. നീറ്റ് പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഡൽഹി ജന്തർ മന്ദറിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കു നേരെ പോലീസും പാരാമിലിറ്ററിയും കണ്ടെത്തി സുരക്ഷാ സേനയുടെ അതിക്രമം ഉണ്ടായെന്ന ആരോപണം അന്വേഷിക്കാൻ 5 അംഗ ഉന്നതാധികാര സമിതിക്ക് സുപ്രീം കോടതി രൂപം നൽകി. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് സുഭാഷ് റെഡ്ഡി സമിതിക്ക് നേതൃത്വം നൽകും. ഇത് സംബന്ധിച്ച ഉത്തരവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പുറപ്പെടുവിച്ചു. ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച 2 ജഡ്ജിമാരും സമിതിയിലുണ്ട്. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച മുൻ ചീഫ് ജസ്റ്റിസ് രവിശങ്കർ, ഡൽഹി ഹൈക്കോടതി വിരമിച്ച ജസ്റ്റിസ് ശൈലേന്ദ്ര കൗർ, CBI മുൻ ഡയറക്ടർ ഋഷികുമാർ ശുക്ല, IR ബിഷണോയി തുടങ്ങിയവരാണ് മറ്റംഗങ്ങൾ. വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പെല്ലറ്റ് ഗൺ ഉപയോഗം, പോലീസ് അതിക്രമം നടന്നിട്ടുണ്ടോ, ഇലക്ട്രിക് ബാറ്റൺ മുന്നറിയിപ്പില്ലാതെ പരിധി ഉപയോഗിച്ചിട്ടുണ്ടോ, പ്രതിഷേധത്തെ നേരിടുന്നതിൽ കഴിഞ്ഞ ബലപ്രയോഗം നടന്നിട്ടുണ്ടോ തുടങ്ങി വിവിധ വിഷയങ്ങൾ സമിതി പരിശോധിക്കും. അക്രമവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് സ്ട്രീറ്റ്, കോണാട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷനുകൾ നിരവധി FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി പ്രതിഷേധക്കാർക്കെതിരെ കൊലപാതക ശ്രമം, പൊതുസ്വത്തിന് കേടുപാടുകൾ വരുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു. അംഗങ്ങളുടെ വൈദഗ്ധ്യം, അനുഭവം, വൈവിധ്യം എന്നിവ കണക്കിലെടുത്താണ് പാനൽ രൂപീകരിച്ചതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പ്രശ്നങ്ങൾ സമഗ്രമായി വിലയിരുത്തുന്നതിന് അതിന്റെ ശുപാർശകൾ കോടതിയെ സഹായിക്കുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രധാനമായും HPCയുടെ അന്വേഷണം ഒറ്റത്തവണ മാത്രമുള്ളതായിരിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. പ്രശ്നങ്ങളെക്കുറിച്ച് തുടർച്ചയായതും ആനുകൂലികവുമായ വിലയിരുത്തൽ അവർ നടത്തുകയും ഇടക്കാല കണ്ടെത്തലുകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ആവശ്യമെങ്കിൽ ഉചിതമായ നടപടികൾ കൈക്കൊള്ളാനും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനും ഇതവരെ പ്രാപ്തരാക്കും. വിഷയത്തിന്റെ സംവേദനക്ഷമത കണക്കിലെടുത്ത് ലക്ഷ്യമിട്ടുള്ള അക്രമം, സ്ത്രീ പ്രതിഷേധക്കാർക്കെതിരായ പീഡനം, ലൈംഗിക അതിക്രമം എന്നീ ആരോപണങ്ങൾക്ക് മുൻഗണന നൽകാൻ സുപ്രീം കോടതി കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രതിഷേധക്കാർക്ക് ഗുരുതരമായ പരിക്കുകളും നാശനഷ്ടങ്ങളും വരുത്തിയെന്ന ആരോപണങ്ങൾ, അത്തരം നടപടികൾക്ക് കാരണമായ കമാൻഡ് ശൃംഖല, ഉത്തരവാദികൾ, ബലപ്രയോഗത്തിൽ നിലവിലുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പാനൽ പരിശോധിക്കും. പെല്ലറ്റ് തോക്കുകൾ, ഇലക്ട്രിക് ബാറ്റൺ, ലാത്തി ചാർജ്, കണ്ണീർവാതകം എന്നിവയുൾപ്പെടെ പ്രതിഷേധക്കാർക്കെതിരെ അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന ആരോപണങ്ങൾ കമ്മിറ്റിയുടെ മുന്നിലുള്ള പ്രത്യേക പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നു. മതിയായ മുന്നറിയിപ്പോ ആനുപാതികതയോ ഇല്ലാതെയാണ് ഇത്. പ്രതിഷേധങ്ങൾ, പൊതുയോഗങ്ങൾ, സമാധാനപരമായ സമ്മേളനങ്ങൾ എന്നിവയ്ക്കിടെ പോലീസ് നടത്തിയ പ്രതികരണങ്ങൾ ആനുപാതികവും അളക്കപ്പെട്ടതുമാണോ എന്ന് ഇത് വിലയിരുത്തുകയും പമ്പ് ആക്ഷൻ അല്ലെങ്കിൽ പ്രൊജക്ടൈൽ ആക്ഷൻ തോക്കുകളിൽ നിന്നും വെടിയുതിർത്ത മെറ്റാലിക് കൈനറ്റിക് പ്രൊജക്ടൈലുകളോ പെല്ലറ്റുകളോ നിരോധിക്കുന്നതിന്റെ അഭികാമ്യത പരിശോധിക്കുകയും ചെയ്യും. അറസ്റ്റ് ചെയ്യുമ്പോഴോ ബലപ്രയോഗം നടത്തുമ്പോഴോ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ശരിയായ യൂണിഫോമുകളും ദൃശ്യമായ നെയിം പ്ലേറ്റുകളും ധരിച്ചിരുന്നോ എന്നും HPC പരിശോധിക്കും. പ്രതിഷേധക്കാരുടെ പോലീസ് നിരീക്ഷണവുമാണ് മറ്റൊരു സൂക്ഷ്മ പരിശോധനാ മേഖല. അത്തരം നടപടികൾ ഭരണഘടനാപരമായ സ്വകാര്യതയ്ക്കും സമാധാനപരമായ ഒത്തുചേരലിനുമുള്ള അവകാശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നതും ഇതിൽ ഉൾപ്പെടുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രതിഷേധക്കാർക്കും ഉൾപ്പെടെ ഇരുവശത്തും പരിക്കേറ്റവർക്ക് ഇടക്കാല നഷ്ടപരിഹാരം നൽകുന്നതും കമ്മിറ്റി പരിഗണിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.